അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്നൊരു പേജുണ്ട്, അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഞങ്ങളൊക്കെ ചെയ്യുന്ന ചാരിറ്റി വീഡിയോകൾ എടുത്തുകൊണ്ടുപോയിട്ട് അതിനകത്ത് മറ്റുള്ള നോർത്ത് ഇന്ത്യൻ ടീമുകളൊക്കെ അവരുടെ അക്കൗണ്ട് നമ്പറുകളും QR കോഡും ആഡ് ചെയ്തിട്ട് വലിയ രീതിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ പണം തട്ടുന്ന ഒരു രീതി, അത് അദ്ദേഹം ആ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത് വളരെ നല്ലതാണ്. പക്ഷേ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം ചേർത്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്റെയും അതുപോലെ തന്നെ ഷമീറിന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവന്മാരെ ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോടികൾ തട്ടിയെടുക്കുന്ന ഈ കള്ളന്മാരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു സാധനം കൊടുത്തിട്ട്, സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് ഓടുന്ന ആളുകളാണ് പൊതുവെയുള്ള ആളുകളൊക്കെ. കാരണം ആ വീഡിയോന്റെ ആ ഫ്രണ്ടിലെ ആ ഒരു ഭാഗം കണ്ടതും ആ വീഡിയോ എടുത്തുകൊണ്ടുപോയിട്ട് ഒരുപാട് ആളുകൾ ഇതാ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി കളർ, ഞാൻ ഇതാ വേറൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഇതുണ്ടോ, നോക്കൂ, ഫിറോസ് കുന്നംപറമ്പിലിന്റെ പുതിയ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കുകയാണ്, ആളുകളിലേക്ക് എത്തിക്കുക. ആ വീഡിയോ ഒന്ന് ഓണാക്കി കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഈ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ആ സഹോദരനോടും അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ കളിയാക്കിയിട്ടും ഇതുപോലുള്ള ഫിറോസ് കുന്നംപറമ്പിൽ ഉടായിപ്പാണ്, ചാരിറ്റി തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ഇറക്കുന്ന ആളുകളോടും അതിന് ക്യാപ്ഷൻ എഴുതിയിട്ട് ആളുകളിലേക്ക് അയക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചാരിറ്റി ചെയ്യാലോ? നിങ്ങളെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഈ സമൂഹത്തിലെ ഇതുപോലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല, നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്തു നോക്കണം, അപ്പോഴേ ഇതിന്റെയൊക്കെ ഒരു പ്രയാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള പേജുകളുണ്ട് അല്ലെ? ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന വ്ളോഗർമാരോടും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളോടുമാണ്. നിങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങളും ഞങ്ങളുടെ കുറവുകളൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന നേരം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പാവപ്പെട്ട ചാരിറ്റി വീഡിയോകൾ നിങ്ങൾ പ്രചരിപ്പിക്കുക. അത് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ട് ജീവന് വേണ്ടി യാചിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അറിയോ നിങ്ങള്? ഇന്നിപ്പോ വയനാട് നിന്നൊരു പെൺകുട്ടി വിളിച്ചു, ഉമ്മ സ്ട്രോക്ക് വന്നിട്ട് ആ ഒരു പ്രയാസത്തിലായിട്ട് അവിടുത്തെ ആശുപത്രിയിൽ നിന്നും അമൃതയിലേക്ക് കൊണ്ടുപോകണം, ഒരു വഴിയില്ല, പൈസക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കരഞ്ഞു വിളിച്ച എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോ മറ്റൊരു 9 വയസ്സുള്ള ഒരു കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് അതിന് സർജറി ചെയ്യാൻ പൈസ ഇല്ലാതെ ഞാൻ കുറച്ച് പൈസ അവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടാ ഞാനിപ്പോ ഇവിടെ ഇരിക്കണത്. അറിയോ നിങ്ങള്? ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഇതുപോലത്തെ പാവപ്പെട്ട രോഗികൾ, നിങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ കള്ളന്മാരെന്നും കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഇതുപോലത്തെ ആളുകളുടെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി നടക്കാറുണ്ട്. ചിലർ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ജോലിന്ന്. ഞങ്ങളുടെ ജോലി ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബവും നോക്കുന്നുണ്ട്, ഞങ്ങൾ ആ കഴിക്കൊക്കെ പോകുന്നുണ്ട്. ഞാനിപ്പോഴും പറയാം, എന്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. കാരണം ഒരുത്തന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിട്ട് പണം പറ്റിയിട്ടോ ജീവിക്കുന്നവരല്ല ഞാൻ. എനിക്ക് അങ്ങനത്തെ ഒരു ഗതികേട് ഇന്ന് വരെ വന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഇവിടെ 100 കണക്കിന് ചാരിറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പറയട്ടെ ഫിറോസ് കുന്നംപറമ്പിൽ 60%, 70%, 80% ഒക്കെ കമ്മീഷൻ വാങ്ങിച്ചു എന്ന്. ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതുപോലുള്ള ഈ വ്ളോഗർമാരെ കൊണ്ട് ഈ സമൂഹത്തിനുള്ളത് അല്ലെ? കാരണം നിങ്ങൾ റീച്ചിന് വേണ്ടി പലതും എഴുതി പിടിപ്പിക്കും, ഞങ്ങളെയൊക്കെ കളിയാക്കും, നിങ്ങൾ ഇങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിന്റെ വരുമാനവും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വരുമാനവും ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും തീറ്റിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇതിൽ വരുമാനമില്ല. നിങ്ങൾക്കറിയോ, ഈ ബ്ലഡ് കാണുന്ന അതല്ലെങ്കിൽ ഈ രോഗികളെ കാണിക്കുന്ന വീഡിയോ ഇട്ടാൽ അതിന് വയലേഷനാണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നോ അതൊന്നും വരുമാനം കിട്ടിയിട്ടുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഇത്തരം ആളുകളെ അങ്ങോട്ട് കാണുമ്പോൾ, ഈ കരച്ചിൽ കാണുമ്പോൾ അവരെ നെഞ്ചിൽ കൊണ്ട് നടക്കുക. നിങ്ങൾക്കറിയോ, ഒരു ഫിറോസ് കുന്നംപറമ്പിലല്ല, 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ 1000 കണക്കിന് ആളുകളെ രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ടാണ് ഈ പറയുന്ന രോഗികൾക്ക് ലക്ഷങ്ങളും കോടികളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. അതിൽ നിന്ന് ഞങ്ങൾ ആരും കമ്മീഷൻ പറ്റി പോണില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചൂടെ? നിങ്ങൾക്ക് ഫോണില്ലേ? അതിനകത്ത് നമ്പറില്ലേ? നിങ്ങള് പൊട്ടന്മാരൊന്നും അല്ലല്ലോ, അതോ നിങ്ങൾ വല്ല ബംഗാളികളൊന്നും അല്ലല്ലോ, മലയാളികളല്ലേ? വിളിച്ച് ചോദിക്കണേ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ആ കമ്മിറ്റിക്കാരോട്, എത്ര കമ്മീഷൻ കൊടുത്തു, എന്താണ് ഇതിന് ലാഭം എന്നൊക്കെ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ബുദ്ധി നിങ്ങൾക്ക് പറിച്ചോൻ തന്നിട്ടില്ലേ? ഞങ്ങളെയൊക്കെ കളിയാക്കാനും ഇതിനു വേണ്ടി കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ വെക്കാനും ഇതിനു വേണ്ടിയിട്ട് ഇവന്മാരെ, ഈ കോടികൾ തട്ടുന്ന കള്ളന്മാരെ എന്ത് ചെയ്യണമെന്നൊക്കെ എഴുതി ചേർക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന രോഗികളുടെ കമ്മിറ്റിയെ വിളിച്ചിട്ട് എത്ര കമ്മീഷൻ കൊടുത്തു എന്ന് ചോദിച്ചൂടെ? എന്തെങ്കിലും അണ്ണാക്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയിക്കണോ?
എടോ ഞങ്ങളൊക്കെ രാവും പകലില്ലാതെ ഈ പാവങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണം എന്തിനാണെന്നറിയോ? ആ കണ്ണീര് കാണാൻ വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ പടച്ചോ ഞങ്ങളുടെ മനസ്സൊക്കെ ആ രൂപത്തിലാക്കിയത് കൊണ്ട് മാത്രാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പോലെയൊക്കെ ആരെങ്കിലും ഒക്കെ കളിയാക്കി ചിരിച്ചിങ്ങനെ വീടിട്ട് നടന്നാൽ മതി, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നടന്നാൽ മതി. അങ്ങനെയൊക്കെ ഞങ്ങൾക്കും നിങ്ങളെ പോലെയൊക്കെ ജീവിക്കണം നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളെയൊക്കെ പോലെയൊക്കെ കളിയും ചിരിയും ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാ വികാര വിചാരങ്ങളും ഒക്കെയായിട്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ നടക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുന്ന വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഒതുങ്ങിയും പതുങ്ങിയും ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ. അറിയോ നിങ്ങള്? അറിയോ? ഞങ്ങളൊന്ന് ചിരിച്ചു കളിച്ച് ഇരിക്കുന്നൊരു വീഡിയോ ഇട്ടാൽ അതിന്റെ താഴെ കണ്ടോ അഹങ്കാരം. ഞങ്ങളൊന്ന് നല്ല ഭക്ഷണം കഴിക്കുന്ന കണ്ടാ പറയും കണ്ട പാവപ്പെട്ടവന്റെ കട്ട് മോഷ്ടിച്ചിട്ട് തിന്നുന്നേ. നല്ല വസ്ത്രം ഇട്ടാ പറയും പാവപ്പെട്ടവന്റെ പണം അടിച്ചുകൊണ്ട് നല്ല വസ്ത്രത്തിൽ. നല്ല കാറിൽ പോയാ പറയും പാവപ്പെട്ടവന്റെ പണം അടിച്ചുകൊണ്ട് കാർ വാങ്ങിയത്. എടോ നിങ്ങളെ പോലെയൊക്കെ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങൾ അതൊന്നൊക്കെ ഒളിഞ്ഞും പതിഞ്ഞും അല്ലെങ്കിൽ പതുങ്ങി ഞങ്ങൾ പോണത് എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനല്ല, മറിച്ച് ഞങ്ങളൊക്കെ നല്ലതാണ് എന്നും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ കറക്റ്റാണ് എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും, അതല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് മാത്രം ഈ പറയുന്ന ആളുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലേക്ക് സഹായങ്ങൾ ആളുകൾ എത്തിക്കുന്നുണ്ടല്ലോ, അവരുടെ മുന്നിൽ ഞങ്ങൾ ആ വിനയും അല്ലെങ്കിൽ ഈ അഭിമാനത്തോടെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോവാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വേഷം കെട്ടുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഒരു കുറച്ചെങ്കിലും ഒരു മാന്യത നിങ്ങൾ കാണിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേജല്ലേ നിങ്ങളുടെ കയ്യില്. എടോ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പേജിലൂടെ നിങ്ങൾക്ക് 10 റുപ്യ ഏതെങ്കിലും രോഗികൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ? ഏതെങ്കിലും പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലൈവ് ഇട്ടൂടെ? ഏതെങ്കിലും മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലൈവ് ഇട്ടൂടെ? ഞാന് ഭയങ്കര വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ടാ ഞാനിത് ഈ പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ഞങ്ങളൊരു നിയ എന്ന് പറയുന്ന ഒരു മകളുടെ ഒരു വീഡിയോ ആയിട്ട് ഇതാണ്ടില്ലേ, ഈ നിയമങ്ങളുടെ വീഡിയോക്ക് 1.25 കോടി രൂപ ഉണ്ടാക്കണോ? ഈ 1.25 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാതെ രാവും പകലും ആ ഗ്രൂപ്പുകളിൽ കടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പല ആളുകളിലേക്ക് ഈ വീഡിയോ ചോടി അടക്കുക. അതിൽ നിന്നും 60% കമ്മീഷൻ പറ്റാനല്ല, ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. അത് മനസ്സിലാക്കാനുള്ള ഒരു അല്പം ബുദ്ധി പോലും ഇല്ലാത്ത കുറെ വ്ളോഗർമാര് ഇവരെയൊക്കെ താങ്ങി അടക്കം ബംഗാളികളെക്കാൾ മോശമാണ്. കാരണം എന്താ പറയുക, ഒരു വീഡിയോന്റെ കണ്ടന്റ് എന്താണെന്നോ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതിന്റെ മുന്നിലെ ഫോട്ടോ കാണുമ്പോഴേക്കും ഫിറോസ് കുന്നപ്പറമ്പിലെ കള്ളത്തരങ്ങൾ ഇതാ ഈ ചാരിറ്റി കള്ളന്മാരെ വിടരുത് എന്ന് പറഞ്ഞ ക്യാപ്ഷനോട് കൂടിയിട്ട് ഒരു സാധനം അയച്ച് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക. നിങ്ങളെ കൊണ്ടോ ഉപകാരമില്ല, ഇത് ചെയ്യുന്ന ആളുകളെങ്കിലും നന്നായിട്ട് ചെയ്യാൻ വിട്ടൂടെ? ഞാൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചാരിറ്റിയിൽ നിന്ന് കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ടതിന്റെ കൃത്യമായ തെളിവോടുകൂടി നിങ്ങൾ വന്നിട്ട് പറ നിങ്ങൾ ഈ ചാരിറ്റി അവസാനിപ്പിക്കണം പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. കാരണം എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ കട്ട് ജീവിക്കുന്നവനല്ല. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ വന്നോ, നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരും. നിങ്ങളെ കമ്മിറ്റിക്കാരെ വിളിച്ചോ, നിങ്ങൾ ആ രോഗിയെ വിളിച്ചോ, അവരുടെ കുടുംബക്കാരെ വിളിച്ചോ, സ്റ്റേറ്റ്മെന്റ് എടുത്തോ, എന്നിട്ട് പറ നിങ്ങൾ എത്രയാണ് ഞാൻ വാങ്ങിച്ചിരിക്കണേന്ന്. എടോ ഞങ്ങളൊക്കെ രാവിലെ ഇതുപോലുള്ള ആളുകളെ ഇത് എങ്ങനെയാണ് ഇനി ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായിട്ടുണ്ടോ? ഒരു നേരം ഞങ്ങളുടെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഓരോ ദിവസവും ഞങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഇപ്പൊ ഇതിനകത്തുണ്ട്. ഓരോന്നെടുത്തു കഴിഞ്ഞാൽ ഓരോ ആളുകളും അയക്കുന്ന അവരുടെ അപേക്ഷകൾ, സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങളിങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇതുണ്ടോ, ഇത് പൊരണം വിട്ടുതന്നതാ. കൊടുക്കാൻ പൈസ ഇല്ല. ഞങ്ങളെ കളിയാക്കുന്ന വ്ളോഗർമാരോട് അഡ്രസ്സും ഡീറ്റെയിലും തരാം. പോയൊരു വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കി കൊടുക്ക്. സാധിക്കും? നിങ്ങളെ കൊണ്ട് സാധിക്കൂല. നിങ്ങളത് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് നേരമില്ല. ഇങ്ങനത്തെ വീഡിയോ ഇട്ട് അങ്ങനെ കുടുംബം പറ്റാൻ പറ്റൂല. ഞങ്ങളെ പോലെ ആരെങ്കിലുമൊക്കെ കളിയാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് വൈറലാകും, അതിൽ നിന്ന് വരുമാനം കിട്ടും, നിങ്ങളുടെ കുട്ടികൾക്ക് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാലോ, അല്ലേ? വല്ലാത്ത മനുഷ്യന്മാരാ ഞങ്ങളൊക്കെ. ഞാൻ ആ മാസ്റ്റർ പീസിന്റെ ഓനെ ഞാൻ കുറ്റം പറയൂല. കാരണം എന്താന്ന് വെച്ചാല് ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ല, അതിനെ ഞാൻ എതിർക്കുകയാണ്. ആ ഒരു വിഷയത്തില് അദ്ദേഹം എനിക്ക് അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് നല്ല സൗഹൃദമുണ്ട്. പക്ഷേ ഈ ഒരു സാധനം കണ്ടപ്പോഴും എനിക്ക് തോന്നിയ എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു ബുദ്ധിയാണ്. പക്ഷെ ആ ബുദ്ധി ഉണ്ടല്ലോ, അത് മറ്റുള്ള കുബുദ്ധിയുള്ള ആളുകൾക്ക്, ഞങ്ങളെ പോലുള്ള ആളുകളെ കളിയാക്കാൻ കിട്ടിയ, അതല്ലെങ്കിൽ അപമാനിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് അവരതിനെ മാറ്റി എന്നുള്ളതാണ്.
എനിക്ക് ആ പ്രിയപ്പെട്ട സഹോദരനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഞങ്ങളെ പോലുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഈ നോർത്ത് ഇന്ത്യൻ ടീമുകൾ അവരുടെ അക്കൗണ്ട് വെച്ച് പണം തട്ടുന്നുണ്ട്. ഞങ്ങൾ അതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്ത് ഞങ്ങൾ നീങ്ങുന്ന ആളുകളാണ്. പക്ഷെ ഒരു കാര്യം നടക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ അത് വ്യക്തമായിട്ട് അതിൽ എല്ലാത്തിലും കളിക്കുന്നത് പോലെ നിങ്ങൾ ഇതിൽ കളിക്കരുത്. നിങ്ങൾ എല്ലാത്തിലും ചെയ്യുന്ന പോലെ നിങ്ങൾ ഇത് ചെയ്യും. ഇതൊക്കെ ഓരോ ജീവന്റെ പ്രശ്നങ്ങളാ. നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കിക്കോ, നിങ്ങൾ വരുമാനം ഉണ്ടാക്കിക്കോ, നിങ്ങൾ റീച്ച് ഉണ്ടാക്കിയോ, പക്ഷെ അതൊക്കെ മറ്റുള്ള നിങ്ങൾ വല്ല ഈ ഫ്ലൈറ്റിൽ നിന്ന് ചാടുകയെ, അല്ലെങ്കിൽ വെള്ളം മറ്റേ സ്വിമ്മിംഗ് പൂളിൽ നീന്തുകയെ, അല്ലെങ്കിൽ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോവുക, അല്ലെങ്കിൽ കാർ ഓടിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ ഈ വിഷയങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറയാ, കള്ളനാണെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചോ. പക്ഷെ അതല്ലാതെ നിങ്ങൾ ഇത്തരം അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ അവിടെ ബാധിക്കപ്പെടുന്നത് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കിഡ്നി പോയ, കരൾ പോയ, ക്യാൻസർ ബാധിച്ച, ചികിത്സയ്ക്ക് വഴിയില്ലാതെ, മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാതെ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ കണ്ണീരിലേക്കാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രയോഗമായിട്ട് വരുന്നത്. നിങ്ങളെ ശരിക്കും ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ കൊണ്ട് പോലും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യുന്നത് ഞാനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ചെയ്യാൻ അയക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി മേഖലയിൽ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ തെളിവ് സഹിതം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. വേണ്ടേ? കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചാരിറ്റിയിൽ ഒരു ഉമ്മ അങ്ങനെ കരയാ, അവരുടെ പൈസ പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരയാ. പക്ഷെ ഈ വ്ളോഗർ ഒരിക്കലും ചാരിറ്റിക്കാരന്റെ പേര് പറയുന്നില്ല. എന്താ പറഞ്ഞാൽ കാരണം അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് പോകുന്നുള്ളത് കൊണ്ടാണ്. എടോ, സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടിയിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. അതല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. മനസ്സിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗിംഗ് ആയിട്ട് പോവുക. ഈ മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഞങ്ങളെ കളിയാക്കുന്നതിലോ ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ കേട്ടതിനൊന്നും ഏതൊക്കെ രീതിയിലാണ് ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പറ്റുക, അല്ലെ? ഫിറോസ് കുന്നംപറമ്പിലെ ചാരിറ്റി വീഡിയോയിൽ ഫണ്ട് വരാൻ പാടില്ല. ഫിറോസ് ചെയ്യുന്ന ചാരിറ്റിയിൽ ഫണ്ട് വരാതെ അദ്ദേഹം ചാരിറ്റി നിർത്തി അവസാനിപ്പിച്ച് നാണം കെട്ട് പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എനിക്കെതിരെ നിരന്തരം ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്, അല്ലേ? ഞാൻ ആരെയും പേരെടുത്തിട്ട് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അവരങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാം? ഇന്നില്ലെങ്കിൽ നാളെ അവരത് മനസ്സിലാക്കിയിട്ട് അവരത് തിരുത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ മിണ്ടാതിരുന്നിട്ടുള്ളത്. നിങ്ങൾ എന്നെ എല്ലാ രീതിയിലും ആക്രമിക്കുന്നുണ്ട്. ഞാനൊക്കെ ആക്രമിക്കപ്പെട്ടതിന് കണക്കില്ല. എന്നിട്ട് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നതിനാണെന്നറിയോ? നിങ്ങൾ എന്നെ കള്ളൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായ കൊണ്ട് തന്നെ ഞാൻ തിരുത്താൻ വേണ്ടിയിട്ടാ. കാരണം എത്ര കൊല്ലായി വിളിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? 7-8 കൊല്ലായില്ലേ? ഇന്ന് വരെ നിങ്ങൾക്ക് ഒരെണ്ണമെങ്കിലും തെളിയിക്കാനോ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്. അത് കഴമ്പില്ലാത്തതാണ് തെളിയിക്കാൻ ഞാൻ ഇന്നും ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോഴും ഞാനിത് ചെയ്തു പോകുന്നത് അതിനുവേണ്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ശരി, അത് ബാധിക്കുന്നില്ല എന്ന് പറയില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ അത് എന്നെയും എന്റെ കുടുംബത്തെയും അല്ല, മറിച്ച് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പാവപ്പെട്ട രോഗികൾക്കാണ്, ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ആരോരുമില്ലാത്ത ആ മനുഷ്യർക്കാണ്, ആ കുഞ്ഞു മക്കൾക്കാ. ഞാനിപ്പോ കണ്ടില്ലേ, നിയ എന്ന് പറയുന്ന 9 വയസ്സുള്ള ഒരു കുഞ്ഞിന് 1.25 കോടി ഉണ്ടാക്കാൻ ഞങ്ങൾ ഓടി നടക്കുമ്പോഴാ നിങ്ങളുടെ കളിയാക്കലും നിങ്ങളുടെ ഈ രീതിക്കൊക്കെയുള്ള ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ആർമാദിച്ച് നടക്കണേ. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതൊന്നും ശരിയല്ല. അത് മാസ്റ്റർ പീസ് ആണെങ്കിലും പിന്നെ വേറെ ഏത് വ്ളോഗർമാരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ ഈ ആടിനെ പട്ടിയാക്കുന്ന രൂപത്തിലേക്കൊക്കെ ഈ ഞങ്ങളെ എങ്ങനെ പല കാര്യങ്ങളിലേക്ക് വലിച്ചിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഉപയോഗപ്പെടുത്തരുത്. ഇപ്പോഴും എനിക്ക് നിങ്ങളൊരു അഭ്യർത്ഥനയാണ്, ഏതെങ്കിലുമൊക്കെ പാവങ്ങൾ അവരുടെ പ്രയാസങ്ങൾ തീർത്തു പോട്ടെ. നിങ്ങളൊന്ന് ഈ പറയുന്ന ഈ ആശുപത്രികളിലെ ക്യാൻസർ വാർഡുകളിലും അല്ലെങ്കിൽ കിഡ്നി വാർഡുകളിലൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ. കാരണം നിങ്ങളൊക്കെ പോണത് പാർക്കിലും ബീച്ചിലും മാളിലും അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്ളോഗിങ് ചെയ്യുന്ന ആളുകളാ. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ വേദന മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ അത് കാണുന്നില്ല. ഞങ്ങൾ പോണത് ഇവിടുത്തെ ആശുപത്രികളിലാ.
ആശുപത്രികളിലെ ICUയിലും വാർഡുകളിലും റൂമുകളിലൊക്കെ പോയിട്ട് ഞങ്ങൾ നിരന്തരം രോഗികളെ കാണുന്നവരാ. ഞങ്ങൾക്ക് നന്നായിട്ട് അതിന്റെ വേദന മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കിയിട്ട്, അതല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് ഞങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങൾ ആ ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ ഇല്ലാതാവുന്നത് കുറെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അല്ലെങ്കിൽ അവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉപാധികളിലൊക്കെയാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെളിവ് സഹിതം നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ. അതല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നത് ഇല്ലാതാക്കരുതേ എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എന്നാൽ കമന്റോ കാര്യങ്ങളോ നോക്കാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു കാര്യം പറഞ്ഞു പോകാൻ വേണ്ടി വന്നാണ്. എന്താണെങ്കിലും നിയമോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഈ അഭ്യർത്ഥന. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന നിയമോൾക്ക് വേണ്ടിയിട്ടാ. ആ കുട്ടിക്ക് ഏകദേശം ഒരു 40 ലക്ഷം രൂപ വരെ ആയിട്ടുള്ളൂ. 1.25 ലക്ഷം രൂപ കണ്ടെത്തണം. എങ്ങനെ ഉണ്ടാക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. പറ്റുമെങ്കിൽ ഈ വ്ളോഗർമാരോടൊക്കെ ഒരു അഭ്യർത്ഥന, ഈ വീഡിയോ ഞങ്ങളുടെ പേജിലൊക്കെ കിടക്കുന്നത് ഒന്നെടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് 1.25 കോടി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് നിങ്ങള്. എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ കമ്മീഷൻ വാങ്ങണ്ടോ ഇല്ലയോ എന്താണെന്നൊക്കെ നിങ്ങൾ ഒന്ന് പോയി മനസ്സിലാക്ക്. ചങ്ങായി, ഞങ്ങള് ഈ നിയമോള് മാത്രമല്ലടോ 100 കണക്കിന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെയൊക്കെ വീടിന്റെ പരിസരങ്ങളിലും നിന്റെയൊക്കെ വീടിന്റെ മുന്നിൽ നിന്റെയൊക്കെ നാട്ടിൽ ഞാൻ വന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരോടൊക്കെ പോയി ചോദിക്ക്. ആ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും രോഗിയും കുടുംബവും ഒക്കെ ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും നിർത്തിയിട്ട് ഈ പറയുന്ന കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെ നിർത്തിയിട്ട് പറ, ഫിറോസ് കുന്നംപറമ്പിൽ കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട്, തെളിവുണ്ട്, ഞാൻ വരാം ഞങ്ങൾ വിളിക്കുന്നിടത്ത്. വെറുതെ എന്തിനാണ് നിങ്ങൾ ഈ ആളുകൾക്ക് കിട്ടുന്നതിനെ മുടക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്? ഒളിഞ്ഞും പതുങ്ങിയിട്ടൊക്കെ ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് ഇതൊക്കെ മോശമാണ്. ഒന്നിരുന്ന് ചിന്തിച്ചാല് നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായി. എന്താണെങ്കിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളോട് അതല്ലെങ്കിൽ ഈ ചെയ്യുന്നതിന് ഞാൻ ഇന്ന് വരെ ഒരു വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ഞാൻ ചെയ്യൂല. ഞാൻ അന്നും ഇന്നും ഒന്നേ പറയുള്ളൂ, ഇതുപോലെ ചാരിറ്റി ചെയ്ത് അതിന്റെ കമ്മീഷൻ വാങ്ങിയിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഈ പ്രവർത്തനങ്ങൾ നിർത്തി ഞാൻ പോകുന്നുള്ളത്. അത് വെറും വാക്കല്ല, ഞാൻ അത് തന്നെ ചെയ്യും. എന്താണെങ്കിലും ഇതുപോലുള്ള ആളുകൾ, ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, കുറേ കേസുകൾ ഇതുപോലുള്ള പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അതാരാ ഒരു ഓക്കെ നജീബിന്റെ കമന്റാ, നീ പിന്നെ വെറുതെ അല്ലേ ഇതൊക്കെ ചെയ്യണേന്ന്. ഇതുപോലത്തെ നാറികളാണ് ശാപം. ഓക്കെ നജീബേ, നിന്നെ പോലെയുള്ള, ഞാനൊന്നും പറയില്ല, നിന്റെയൊക്കെ നാട്ടിലൊക്കെ ഞാൻ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അന്വേഷിച്ചിട്ട് വാടോ ഞാൻ എന്താ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഏതെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയി ചോദിച്ചിട്ട് വാ. വെറുതെ ഇവിടെ കിടന്ന് ഇങ്ങനെ ചൊറിയണ്ട. മനസ്സിലായിട്ടുണ്ടോ? നിന്റെ ചൊറിച്ചിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതല്ലെങ്കിൽ നീ എനിക്ക് തന്നിട്ടുണ്ടോ? നിന്റെ വീട്ടിലുള്ളവർ തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിന്റെ പരിസരത്തുള്ളവർ തന്നിട്ടുണ്ടോ? ഒരു പറയുന്നതിനും ചൊറിയുന്നതിനൊക്കെ ഒരു കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണ്ടേ? ഞാൻ വെറുതെ ഈ കമന്റുകൾ വായിച്ചാൽ പിന്നെ പറഞ്ഞതിലൊക്കെയാവും. എന്താണെങ്കിലും ഈ ഒരു വിഷയം പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളൊക്കെ ഈ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോകൾ എടുത്തു കൊണ്ടുപോയിട്ട് അതിനകത്ത് ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ നോർത്ത് ഇന്ത്യൻ ടീമുകളും, നോർത്ത് ഇന്ത്യയിലാണോ മലയാളികളുടെ സപ്പോർട്ട് ഉണ്ടോന്ന് അറിയില്ല, നിരന്തരം ഈ വീഡിയോകൾ എടുത്തിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എല്ലാ രോഗികളെ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. 1% അന്വേഷണമോ ഇതിനെതിരെ ഒരു കാര്യങ്ങളൊന്നും നീങ്ങണില്ല. ഞങ്ങൾക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അമർഷാൻ തെരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട്. സുശാന്ത് നിലമ്പൂർ ഷമീറും തെരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ എത്തിപ്പെടുന്നതൊക്കെ ബോംബെയിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സപ്പോർട്ടോ പോലീസോ മറ്റുള്ള ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പരാതിക്ക് പോലും ഒരു പരിഹാരമില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് നിർത്തിവെക്കണോ? ഇതുപോലുള്ള രോഗികൾ വരുമ്പോൾ ഓടിച്ചു വിടണോ? അതല്ലെങ്കിൽ മരിച്ചു വെക്കോട്ടെ, അല്ലെങ്കിൽ വേദനിച്ച് എന്തെങ്കിലുമൊക്കെ പണ്ടാറടയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കണോ? എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുന്ന തീരുമാനങ്ങളാണ്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് ഇപ്പൊ നിയമോളുടെ ഈ ഒരു കേസിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ലൈവിന്റെ തൊട്ടു താഴെ കുട്ടിയുടെ വീഡിയോ ഉണ്ട്, അതൊന്ന് ഏറ്റെടുക്കണം. 1.25 കോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. എന്താണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.